നമ്മൾ കാണുന്നതാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ. അവർ ക്രിസ്ത്യാനികൾ മൈനോറിറ്റിയാണ്. അവർ പള്ളിയിൽ പോണത് എപ്പോൾ ബോംബ് പൊട്ടും എന്ന് പേടിച്ചിട്ടാണ്. അതേപോലെ നൈജീരിയയിലുള്ള. അപ്പം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ല. അതിന് കാരണം BJP അധികാരത്തിലുള്ളതുകൊണ്ടാണ്. കാരണം BJPനെ പോലെ ദേശീയത ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൽ അതിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല, അവിടുത്തെ ഇത് സിറ്റിസൺഷിപ്പ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രൈറ്റീരിയകൾ പാലിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അതിന് എന്താ തെറ്റ്? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാണ്ട് മന്നവനോടൊക്കെ ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികൾ വരില്ല എന്ന് എന്താ ഉറപ്പ്? നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ജോസഫ്. ഇപ്പോൾ BJP മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുക. അതെ, തീർച്ചയായും. BJP ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സജീവമാകാനുള്ള ഒരു കാരണം എന്താണ്? കാരണം ഞാനിപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായക്കാരനാണ്. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ സമുദായക്കാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനായിട്ട് BJP ഭരിക്കണം. കാരണം നമ്മൾ കാണുന്നതാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ. അവർ ക്രിസ്ത്യാനികൾ മൈനോറിറ്റിയാണ്. അവർ പള്ളിയിൽ പോണത് എപ്പോൾ ബോംബ് പൊട്ടും എന്ന് പേടിച്ചിട്ടാണ്. അതേപോലെ നൈജീരിയയിലുള്ള. അപ്പം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ല. അതിന് കാരണം BJP അധികാരത്തിലുള്ളതുകൊണ്ടാണ്. കാരണം BJPനെ പോലെ ദേശീയത ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൽ അതിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ ചെന്നിട്ട് അവിടുത്തെ ഇമാമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് വെറുതെ അഭിനയിച്ച് കെട്ടിപ്പിടിക്കുന്നതല്ല. അത് ഒരു ഇന്ത്യക്കാരനെ അങ്ങനെ പറ്റുള്ളൂ. ഒരു ഇന്ത്യക്കാരനെ മാത്രമേ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളാനും ഇത്രയും ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കാനും സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ തെളിവാണ് യൂറോപ്പിൽ ഉള്ള പ്രശ്നങ്ങൾ. അവർക്ക് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പൂർണ്ണമായിട്ട്. അവരൊരു സംശയത്തോടു കൂടിയാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അപ്പം അതാണ് അങ്ങനെ. അപ്പം ഇന്ത്യ പോലെയുള്ള നമ്മുടെ ഈ സംസ്കാരം അത് മുറുകെ പിടിച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ RSSലുള്ള നേതാക്കന്മാരായാലും അവരുടെ ഉള്ളിൽ ഈ ഏത് റിലീജിയസ് ഇതിൽ വരുന്ന ആളായാലും അത് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് BJPയിലെ സപ്പോർട്ട് ചെയ്യണം അതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാവി തലമുറകൾക്കും ഇവിടെ അഭിമാനമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ടോ അത് മുസ്ലിം സഹോദരങ്ങൾക്ക് അങ്ങനെ തന്നെ സ്വതന്ത്രരായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ BJP പോലെയുള്ള ഒരു പ്രസ്ഥാനം രാജ്യം ഭരിക്കണം. ഇപ്പോൾ NRC അല്ലെങ്കിൽ CAA ഇതുപോലുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൽ BJP പാസ്സാക്കിയിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചവിട്ടി പുറത്താക്കാനാണ് ഇത് തുടങ്ങിയത് എന്നുള്ള രീതിയിൽ അത് നിലവിലത് പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ആ ബില്ലിനോട് നിലവിലുള്ളൊരു അഭിപ്രായം? ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അവർ അങ്ങനെ പറയാനല്ലേ അവർക്ക് പറ്റുള്ളൂ. എത്രയോ 10-11 വർഷമായിട്ട് അധികാരത്തിൽ പുറത്ത് ഇരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് BJP എത്ര നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാലും അതിനെ വിമർശിക്കണമല്ലോ. അത് നമുക്ക് അങ്ങനെ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇതിൻ്റെ ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള നിബന്ധനകളോട് കൂടിയിട്ട് വേണം പുറത്തുനിന്ന് വരുന്ന ഒരു അഭയാർത്ഥിക്ക്. അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകം മുഴുവൻ അത് തന്നെയാണ് സംഭവിക്കണം. യൂറോപ്പിലായാലും അവിടെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രൈറ്റീരിയകൾ പാലിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അതിന് എന്താ തെറ്റ്? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാണ്ട് മന്നവനോടൊക്കെ ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികൾ വരില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ അതിനെ അനുകൂലിക്കണം. ഇപ്പോൾ ഇതിൽ മണിപ്പൂർ വിഷയം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും പ്രധാനമന്ത്രിക്കെതിരെ വലിയ ആരോപണമൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. ഈ മണിപ്പൂർ ഒരു മതപരമായിട്ടുള്ള സംഘർഷമാണ് ഉണ്ടായെന്ന് താങ്കൾ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അവിടെ ഉണ്ടായത് ശരിക്കും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അമേരിക്കയുടെ അത് ഇപ്പോൾ അവസാനം വന്നു. ഇനിയിപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പം മണിപ്പൂർ പ്രശ്നം ഇപ്പോൾ ഉണ്ടായ പ്രശ്നമല്ലല്ലോ. നൂറ്റാണ്ടുകളായിട്ട് അവിടെ 2 ട്രൈബ്സ് തമ്മിൽ, മെയ്തയും വേറെ കുക്കി, അവർ തമ്മിലുള്ള ഒരു വംശീയ പ്രശ്നമാണത്.
അത് അതിനവർ നമ്മളെ ആസ് യൂഷ്വൽ നമ്മളെ രാഹുൽ ഗാന്ധിയും എല്ലാവരും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് അവർ അങ്ങനെ ആ ഒരു നിലപാടെടുക്കുന്നത്. അല്ലാണ്ട് അവിടെ BJP അല്ല അവിടെ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ അതായത് അവിടെ ഇപ്പോൾ മജോറിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ക്രിസ്ത്യൻ വലിയല്ല ഒരു ചെറിയൊരു ക്രിസ്ത്യൻ സ്വാധീനമുള്ള പ്രദേശമാക്കിയിട്ട് അവിടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് ഇറങ്ങുന്നുണ്ടാവും തീർച്ചയായിട്ടും. അമേരിക്കയുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ ഒരു അശാന്തി ഉണ്ടാക്കിയാലാണല്ലോ അവർക്ക് ഇൻ്റർനാഷണൽ സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾക്ക് വളരെ ക്ലിയർ അല്ലേ, മണിപ്പൂർ മാത്രമല്ലല്ലോ BJP ഭരിക്കുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ. അവിടെ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് BJP അവിടെ ഉണ്ടാക്കിയെന്ന് അത് സ്റ്റണ്ട് രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. നമ്മളത് അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയാന്നല്ലാണ്ട് അതിന് ഒരു വൈദികനടക്കം BJP മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടു. ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് BJPയിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രചോദനമാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ വൈദികർ ഞാൻ പറയണത് അവർ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവർ മിക്കവാറും അവർ പുറത്തെ കാര്യങ്ങളും യൂറോപ്പിൽ നടക്കുന്ന നൈജീരിയ ഭരിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ അതിൽ നിന്ന് വരുന്ന ഒരു പ്രസിഡൻ്റാണ്. അവിടെ ക്രിസ്ത്യാനികൾക്ക് നടക്കുന്ന ആക്രമണം നോക്കുക. അതാണ് പറയുന്നത്. ന്യൂനപക്ഷം ഭരിച്ചാൽ ന്യൂനപക്ഷത്തിന് ഈവൺ ഒരു സംസ്ഥാനത്തിൽ പോലും അധികാരം കിട്ടിയാൽ അവിടെ ശാന്തി ആയിരിക്കുള്ളൂ. അപ്പോൾ BJP പോലെ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി തന്നെ വേണം. അത് വൈദികർക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ കൺവിൻസ് ചെയ്ത് അവർക്കത് മനസ്സിലായതുകൊണ്ടാണ് അവർ അതിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവർ യഥാർത്ഥ ദേശീയതക്ക് ഒപ്പം ഉറച്ചു നിൽക്കുന്ന ആളുകളായതിൻ്റെ പേരിലല്ലേ BJPയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നത് തന്നെ ഈ ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദുത്വമാണ് ശരിക്കും BJP. അത് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ഈ ഒരു വിഘടിപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണുന്നുണ്ടോ? അത് അതിനു വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അവരുടെ പണിയെടുക്കുന്നത്. കാരണം അത് നമുക്കറിയാം അതിൻ്റെ ആൾക്കാർ ആരൊക്കെയാണ്. മീഡിയ വണ്ണിൻ്റെ ഓണർമാർ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു. പക്ഷെ അത് നടക്കില്ല. അതാണ് സത്യം. ഇത് 240 സീറ്റുകളിലേക്ക് BJP ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമായിട്ട് പ്രതിപക്ഷം ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ. ഈ പ്രചരണം ഒരുപാട് ആളുകളിലേക്ക് അത് വിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും അത് നമ്മൾ എല്ലാ BJP പ്രവർത്തകരെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് 240ലേക്ക് നമ്മൾ ചുരുങ്ങി? അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ നേതാക്കന്മാരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് വരുന്ന ഇലക്ഷന് നമ്മൾ തീർച്ചയായിട്ടും ഒരുങ്ങണം. അതായത് അപ്പോഴാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ പ്രസക്തി. കാരണം ഇവിടെ കിട്ടുന്ന ഓരോ സീറ്റും നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ പ്രാവശ്യം സീറ്റ് നഷ്ടപ്പെട്ടത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അപ്പം നമ്മൾ കേരളത്തിൽ ചിട്ടയായിട്ടുള്ള ബൂത്ത് തല പ്രവർത്തനങ്ങളിലൂടെ അല്ലാണ്ട് ഇത് പ്രസംഗിച്ചുകൊണ്ടൊന്നും ആൾ വരില്ല. എല്ലാവരും അവരുടെ ജനകീയ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിനെ വളർത്തിയത് അതേപോലെ ഉള്ള ഒരു സമീപനം BJPയുടെ ഭാഗത്തുനിന്ന് വന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കുമ്പോഴാണ് അവർ നമ്മളുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഈ 240 ഈ നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു 10-20 സീറ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ക്ഷീണം നമുക്ക് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ പ്രതീക്ഷ ഇനിയുള്ള വർഷങ്ങളിൽ കേരളത്തിൽ പതിയെ പാർട്ടിനെ വളർത്തി കൊണ്ടുവരണം. അപ്പം നമ്മൾക്ക് അവരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും നാളും നമ്മൾ നോർത്ത് ഇന്ത്യയിലെ വോട്ട് കൊണ്ട് മാത്രമാണ് BJP അത് ഇനി തിരിഞ്ഞു വരണം. അതാണ് വേണ്ടത്. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാനായിട്ട് ക്രൈസ്തവർക്ക് സാധിച്ചിട്ടുണ്ട്. മണിപ്പൂർ പോലെയുള്ള വിഷയം പറഞ്ഞ് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആ സമയത്ത് ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു. അത് എങ്ങനെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിനെ നിഷ്പ്രയാസം ഇവരുടെ ഈ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ സുരേഷ് ഗോപിയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം. അതായത് സുരേഷ് ഗോപി ആദ്യം അവിടെ തോറ്റ ആളാണ്. എന്നിട്ട് ആ മണ്ഡലം ഉപേക്ഷിച്ച് പോവാതെ
ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ് അവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ നല്ലൊരു മനുഷ്യനായതിൻ്റെ പേരിൽ ഒരുപാട് സഹായങ്ങൾ പുള്ളി ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അത് പാർട്ടിക്കാരൻ ആയിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് നന്മയുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊന്നുള്ളത് ഈ ഒരു സിനിമ നടൻ എന്നുള്ള ഒരു പുള്ളിയുടെ ഒരു കരിസ്മ അതും വർക്കൗട്ടായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഓട്ടൊക്കെ അങ്ങനെ കുറേ കിട്ടിക്കാണും. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ഈ അടുത്ത വർഷം കേരളത്തിലെ എല്ലാ സീറ്റും ജയിക്കും എന്നൊക്കെ പറയണത് മണ്ടത്തരമാണ്. നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യണം. അതും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ബൂത്ത് തലത്തിൽ കമ്മിറ്റികളെ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വേണം ഘട്ടം ഘട്ടമായിട്ട് പാർട്ടി വളർത്തിക്കൊണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു വലിയ മാറ്റമുണ്ട്, ഉറപ്പിക്കാമോ? തീർച്ചയായിട്ടും മനോഭാവം മാറിയല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ ഇത്ര പേര് ഇപ്പം ഞാനൊക്കെ വർഷങ്ങളായിട്ട് RSSൻ്റെയും BJPയുടെ ആശയങ്ങളോട് ചേർന്നിരുന്നിരുന്ന മനുഷ്യനാണ്. പക്ഷെ BJPയിലേക്ക് വരാൻ ഒരു മടിയാണ്. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ജനങ്ങളെ ആ സമൂഹത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അതിനൊപ്പം വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചു. താങ്ക് യു. കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് നിരവധി ക്രിസ്ത്യൻ വിഭാഗത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരികയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ജനദ്രോഹ നയങ്ങളാണെന്നും കള്ളപ്രചരണങ്ങളാണെന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അതോടൊപ്പം പ്രധാനമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസവും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുന്നതാണ് എന്നുള്ളതും അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അടിവരയിട്ട് പറയുകയായിരുന്നു ഈ ഒരു യുവാവ്. ഇങ്ങനെയാണെങ്കിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയാണ്. തൃശ്ശൂർ മാളയിൽ നിന്നും വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.